കോഴിക്കോട് മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 107 സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വ്യത്യസ്തമായൊരു സ്ഥാനാർത്ഥിയുണ്ട്. വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുതി തോൽപ്പിച്ച ദിവ്യാംഗനയായ റീജ തെക്കേപ്പൊയിലാണ് സ്ഥാനാർത്ഥിത്വം കൊണ്ട് വ്യത്യസ്തയാവുന്നത്. മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയാണ് റീജ. ഭിന്നശേഷിക്കാർക്ക് പല മേഖലകളിലും സംവരണമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ സംവരണം എവിടെയും കേട്ടിട്ടില്ല. അധ്വാനിച്ച് കുടുംബം പോറ്റാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനുമൊക്കെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്നുകൂടാ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഭിന്നശേഷിക്കാരിയായ റീജ മത്സരരംഗത്തേക്ക് കടന്നുവരുന്നത്. മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയായാണ് റീജ മത്സരിക്കുന്നത്. ഒന്നാമത് ഭിന്നശേഷിക്കാരിയാണ് ഞാൻ. അപ്പം ഭിന്നശേഷിക്കാരായ എല്ലാവരും എല്ലാ മേഖലയിലേക്കും വരണം എന്നുള്ള ഒരു ആശയമാണ്. അവർക്കൊരു മാതൃകയാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് സ്ഥാനാർത്ഥിയായിട്ട്. 10ാം വയസ്സിൽ പോളിയോ രോഗം തളർത്തിയതാണ് റീജയുടെ ചലനശേഷിയും സ്വപ്നങ്ങളുമെല്ലാം. പക്ഷേ വിധിക്ക് മുന്നിൽ തളരാൻ റീജ തയ്യാറായില്ല. കന്നിയംഗത്തിൽ ഇലക്ട്രിക് വീൽചെയറിലാണ് വോട്ട് തേടിയെത്തുന്നത്. മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും റീജ തെക്കേപ്പൊയിലിന് പ്രതീക്ഷകൾ ഏറെയാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. അസൗകര്യങ്ങൾ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമാണല്ലോ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമുക്ക് ഈ നാടിന് വേണ്ടി ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ വീൽ ചെയറിലുള്ള പോകാൻ റാമ്പ് സൗകര്യം, പിന്നെ കുടിവെള്ള പ്രശ്നം, ലൈറ്റിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അത് മലമ്പ്രദേശം ആയതുകൊണ്ട് ഈ പന്നിശല്യം രൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിന് വേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ പൊരുതി തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറി ഇത്തവണ മുക്കം നഗരസഭയിൽ നിന്നും മത്സരിക്കുകയാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള റീജ. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ശശികുമാറിനൊപ്പം രമ്യാദാസ്, ജനം.